ഇനിയെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടികളിൽ പണമുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ അത് ചെയ്യുന്നുണ്ട്. നമ്മളെന്തിനാണ് തടസ്സപ്പെടുന്നത്? നമ്മുടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെയൊക്കെ മാന്യത കാണിക്കണം. എൻ്റെ അഭിപ്രായം അതാണ്. കാരണം ഇത് എൻ്റെ വണ്ടി പരിശോധിക്കുന്നുണ്ട്, പരിശോധിക്കട്ടെ, എല്ലാ ദിവസവും പരിശോധിക്കും. എൻ്റെ ഒരു ദിവസം 4 പ്രാവശ്യം എൻ്റെ വണ്ടി പരിശോധിക്കുന്നുണ്ട്. ഞാൻ ഇതിലെ നടക്കുന്ന BJPയുടെ ഒരു പ്രവർത്തകനാണ്, BJPയുടെ ഇവിടുത്തെ സംഘടനാ ചുമതല വഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വണ്ടി പരിശോധിക്കുന്നതിൽ ഞാനെന്തിനാണ് അസ്വസ്ഥത കാണിക്കുന്നത്? എൻ്റെ കയ്യിൽ കള്ളത്തരമുണ്ടെങ്കിൽ ഞാൻ പരിചയിക്കുക. പിന്നെ വരുന്ന നേതാക്കന്മാരെ എന്നെ ഈ കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ ആരും അപമാനിച്ചിട്ടില്ല. ഇതൊരാണ് സാറെന്ന് വിളിച്ചാണ് അവർ സംസാരിക്കുന്നത്. വണ്ടി പരിശോധിച്ചിട്ടെന്ന് ചോദിക്കും, വണ്ടി പരിശോധിച്ചാലും പറയും. അതിന് നമുക്ക് ഷോൺ ജോർജിന്റെ വാക്കുകളാണ്. ഷോൺ ജോർജ് BJP നേതാവാണ്. അദ്ദേഹത്തിന്റെ വാഹനം പരിശോധിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ നമ്മുടെ മുൻപിൽ എത്രയോ അനുഭവങ്ങൾ ഇപ്പോൾ നിൽക്കുകയാണ്. ആ ഉദ്യോഗസ്ഥർ എല്ലാവരോടും സറന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഈ പറയുന്ന എൻ്റെ വാഹനം ഞാൻ പോയ വാഹനം പരിശോധിച്ചിട്ടുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചേലക്കരയിൽ നിന്ന് തിരികെ വരുമ്പോൾ. അവർ വളരെ മാന്യമായി നമ്മുടെ വാഹനം പരിശോധിക്കുന്നു. ഇന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം, ഇന്ന ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് അവർ വാഹനം പരിശോധിക്കുന്നു. അതിനുശേഷം അവരുടെ ജോലി പൂർത്തിയാക്കിയതിനു ശേഷം നമ്മളോട് പോകാൻ പറയുന്നു. അത്രയേ ഉള്ളൂ. അതല്ലാതെ മറ്റൊന്നും അതിലില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും വാഹനം പരിശോധിക്കുമ്പോൾ മാത്രം അത് പൊള്ളലാകുന്നതും ഫാസിസമാകുന്നതും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന് പറയേണ്ടി വരും. അതിന് കുടപിടിച്ച വലിയൊരു മാധ്യമ വിഭാഗമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇപ്പോൾ നിർഭരക്കം നിൽക്കുന്ന ഇതേ കനോലി പ്ലോട്ടിൽ നിന്ന് രാവിലെ മുതൽ ലൈവ് നൽകിയ ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഈ ഷാഫിയുടെയും രാഹുലിൻ്റെയും വിഷയം വന്നപ്പോൾ മാത്രം അത് ഫാസിസമാകുന്നു, അത് വലിയ അതിക്രമമാകുന്നു, CPIM-ന്റെ ഇടപെടൽ ഉണ്ടായിരുന്ന തരത്തിലൊക്കെയുള്ള വലിയ ബ്രേക്കിങ്ങുകൾ വരുന്നു. ഷാഫിക്കും രാഹുലിനും ഇല്ലാത്ത തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരെ വാർത്തകൾക്കിടയിൽ തിരികെ കയറ്റിയവർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർ കൂടി ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതാണ്. നിങ്ങളുടെ അടക്കം വാഹനങ്ങൾ പരിശോധിക്കാറുള്ളതാണല്ലോ, നിങ്ങളൊക്കെ കള്ളരും കൊള്ളക്കാരും ആയതുകൊണ്ടാണോ ഈ വാഹനങ്ങൾ പരിശോധിക്കുന്നത് എന്നുകൂടി ഒന്ന് മറുപടി പറഞ്ഞു വെച്ചാൽ കൊള്ളാം. ഈ തൊഴിലിടത്തെ ഏറ്റവും മോശമാക്കി മാറ്റുന്നത് ഇതുപോലുള്ള ചില ആളുകളുടെ പ്രവർത്തനം തന്നെയാണ് എന്നുകൂടി സ്വയം വിമർശനപരമായി പറഞ്ഞു വെക്കേണ്ടി വരുന്നു ഈ സാഹചര്യത്തിൽ എന്ന ഗതികേട് കൂടിയുണ്ട്.